അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതുപോലത്തെ കിടുക്കാച്ചി ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ പഠിക്കും. നിങ്ങൾ ഫുൾ മാർക്ക് അടിക്കണം. അപ്പോൾ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. 2x + 1 4x - 1 5x എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കണക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു ശ്രേണി കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കൺസെപ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങൾക്കറിയാം. നോക്ക്, ഞാനൊരു ശ്രേണി എഴുതുന്നു. 2 4 കൂട്ടി 6, 6നോട് 4 കൂട്ടി 10, 10നോട് 4 കൂട്ടി 14 ഇങ്ങനെ പറയുന്നൊരു ശ്രേണി എഴുതിയെന്ന് വെച്ചോ. നിങ്ങൾ പറ, ഈ 3 സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്തുവാ? ഈ നടുക്കത്തെ സംഖ്യ എങ്ങനെ കിട്ടും? ഈ നടുക്കത്തെ സംഖ്യ കിട്ടാനായിട്ട് നിങ്ങൾക്കറിയാം, ആ 6ഉം 14ഉം കൂടെ കൂട്ടണം, എന്നിട്ട് പകുതി എടുക്കാം. നോക്കി, 20ൻ്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും? ആ നടുക്കത്തെ സംഖ്യയായ 10 കിട്ടില്ലേ? അപ്പോൾ ഈ റിലേഷനാണ് നമ്മൾ ഏത് ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ നടുക്കത്തെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ആദ്യത്തതും അവസാനത്തും കൂട്ടി പകുതി എടുക്കണം, അത്രമാത്രം. അപ്പോൾ നമുക്ക് ആ സെൻറ്ററിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ, സെൻറ്ററിലെ സംഖ്യ നിങ്ങൾക്കറിയാം 4x - 1. അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? അപ്പുറമുള്ള സംഖ്യ 2x + 1, 2x + 1നോട് എന്ത് കൂട്ടണം? 5x കൂട്ടണം, എന്നിട്ട് പകുതി എടുക്കണം. കണ്ടല്ലോ, 2x + 1നോട് 5x കൂട്ടി പകുതി എടുക്കണം. അപ്പോൾ നമുക്കറിയാം 4x - 1 അവിടെ തന്നെ ഇരിക്കട്ടെ. ഈസ് ഈക്വൽ ടു, നോക്ക്, ഇവിടെ 2x ഉണ്ട് 5x ഉണ്ട്. അപ്പോൾ എത്ര x? 7x. അപ്പോൾ 7x + 1/2 എന്ന് വരും. ഇനി നിങ്ങൾക്കറിയാം ഈ 2 ഇപ്പുറത്തോട്ട് പോയാൽ എന്താവും? × 2 ആവും. അപ്പോൾ നമുക്ക് എഴുതാം 2 × 4x - 1 എന്തെന്ന് വരും? 7x + 1 എന്ന് വരും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത എന്ത്? ഈ 2നെ 4x ആയിട്ടും 2നെ 1ഉമായിട്ടും ഗുണിക്കണം. അപ്പം നിങ്ങൾക്ക് കിട്ടും എന്ത്? 8x - 2 = 7x + 1. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം, ഈ 7xനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ഈ -2നെ ഇങ്ങോട്ട് കൊണ്ടുവരും. കണ്ടല്ലോ, കറക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും? 8x - 7x വരും. അത് കണക്ക് ഇവിടെ 1 ഉണ്ടായിരുന്നു, +2 ആവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുവാ ഞാൻ ചെയ്തത്. ഈ 7x ഇങ്ങോട്ട് പോയപ്പോൾ -7x, ഈ -2 ഇങ്ങോട്ട് പോയപ്പോൾ എന്തായി? +2. അത്ര മാത്രമേ ഉള്ളൂ. ഇനി 8x 7x കുറച്ച് എന്ത് കിട്ടും? x = എന്ത് കിട്ടി? 3. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെറ്റായില്ലേ മക്കളെ? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? എക്സ് കണ്ടുപിടിക്കാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിൽ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി, അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് നമുക്ക് പറയാം. മക്കളെ, നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എന്താ എക്സിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ്ട് ഈ 2x + 1 കണ്ടുപിടിച്ചൂടെ? അപ്പോൾ 2x + 1 എത്ര ആയിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 2 × 3 + 1 എന്ന് എഴുതി കൂടെ? എന്ന് പറയുമ്പോൾ 7 കിട്ടില്ലേ? യെസ്. ഇനി അടുത്ത സംഖ്യ 2x + 1 കഴിഞ്ഞ അടുത്ത 4x - 1. 4x - 1 നമുക്കറിയാം, എക്സ് എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 4 × 3 - 1 എന്ന് പറയാൻ 12ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടും? 11 കിട്ടും. അതും കിട്ടി. ഇനി അടുത്ത ആരാ? 5x അല്ലേ? അപ്പോൾ 5x = എന്ത് വരും? 5 × 3 അവൻ ആരാ? 15. അപ്പോൾ നമുക്ക് ആ ശ്രേണി എഴുതി കൂടെ? ആ ശ്രേണി ആരാ? 7 11 15 എന്ന് പറയുന്ന ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി എത്ര? 7നോട് 4 കൂട്ടിയാൽ 11. അപ്പോൾ ബി ചോദ്യത്തിൻ്റെ ആൻസറും സെറ്റായില്ലയോ? അപ്പോൾ ഇതല്ലായിരുന്നു ബി ചോദ്യം. ബി ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 4 ആണ്. എങ്ങനെ കിട്ടിയതാ? ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്ക് ശ്രേണി കിട്ടി. 7 11 എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ കൂട്ടി പോകുന്നത്? 4 ആണ്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് ഈസ് 4. ഇനി എന്താണ് സി ക്വസ്റ്റ്യൻ? സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4ാമത്തെ ടേം കണ്ടുപിടിക്കണം, 4th ടേം. നിങ്ങൾക്കറിയാം ഈ ശ്രേണിയിൽ ഇപ്പം തന്നെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 4ാമത്തവൻ ആരാണ്? അപ്പോൾ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ 4th ടേം ആണ് ചോദിച്ചേക്കുന്നത്. 4th ടേം ആരാ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ 15നോട് ഇനി എന്ത് കൂട്ടണം? 4 കൂട്ടണം. അപ്പോൾ ആൻസർ ഈസ് 19. എത്രയാണ് 4th ടേം എന്ന് പറയുമ്പോൾ? 19. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിന് ആൻസർ. കണ്ടുപേടിക്കാനൊന്നുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. തന്നിരിക്കുന്നതാണ് അടുത്ത കിടു ചോദ്യം. ഇപ്പോൾ നോക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് x - 1 x + 1? അപ്പോൾ എന്തോ ചോദിച്ചേക്കുന്നത്? x - 1 എന്ന് പറഞ്ഞ സംഖ്യയുണ്ട്, x എന്ന് പറഞ്ഞ സംഖ്യയുണ്ട്, x + 1 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണി. ഈ ശ്രേണിയിൽ എന്തോ ചോദിച്ചേക്കുന്നത്? ഈ ശ്രേണിയിലെ കോമൺ ഡിഫറൻസ് ഡി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ചാൽ പോരെ അല്ല? ഇപ്പോൾ 2 4 കൂട്ടി 6 6 4 10 ഇങ്ങനത്തെ ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10ൽ നിന്ന് 6 കുറയ്ക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടെ x + 1ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? x കുറച്ചാൽ മതി. അപ്പോൾ x + 1ൽ നിന്ന് കുറയ്ക്കുന്നു x. ഇങ്ങനെ കുറയ്ക്കാൻ നേരത്ത് നിങ്ങൾ നോക്കുക, +x ഉം -x ഉം വെട്ടിപ്പോയി. അപ്പോൾ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ എ ചോദ്യത്തിന് ആൻസർ സെറ്റ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി എന്തായിരുന്നു ബി ചോദ്യം? ബി ചോദ്യം എന്ന് പറഞ്ഞാൽ ഇഫ് x - 1 ഈസ് ആൻ ഈവൻ നമ്പർ, x - 1 ഈവൻ നമ്പർ ആയാൽ അടുത്ത ഈവൻ നമ്പർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചുമ്മാ പറയരുത്, ആലോചിച്ച് നോക്കണം. ഇപ്പോൾ 2 എന്ന് പറയുന്നൊരു ഈവൻ നമ്പറാണ്. അടുത്ത ഈവൻ നമ്പർ കിട്ടാൻ എന്താ? 4 ആണ്. മീൻസ് 2നോട് എന്ത് കൂട്ടണം? 2 കൂട്ടണം. അതുപോലെ തന്നെ ചിന്തിച്ചിട്ട് ഈ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് നമ്മുടെ ആദ്യത്തെ ഈവൻ നമ്പർ
നമ്പർ എന്താണ്? എക്സ് മൈനസ് വൺ ഈസ് ആൻ ഈവൻ നമ്പർ. എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ കിട്ടാൻ എന്ത് കിട്ടണം? എന്ത് കൂട്ടണം? 2 കൂട്ടണം. അപ്പോൾ 2 കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും നോക്കടാ. ഇതിൻ്റെ ആൻസർ അറിയണം. എക്സ് മൈനസ് വൺ പ്ലസ് ടു, -1 + 2 ഇതിനെ തലതിരിച്ച് പറഞ്ഞുകൂടെ എന്ത് വരും? 2 - 1 എന്ന് എഴുതി കൂടെ. 2 - 1 എത്ര? 1 ആണ്. അപ്പോൾ ആൻസർ ഈസ് എന്ത് വരും? എക്സ് പ്ലസ് 1 ആണ് അടുത്ത ഈവൻ നമ്പർ. ദ നെക്സ്റ്റ് ഈവൻ നമ്പർ ഈസ് എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ ബി ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി എന്താണ് സി ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആഡഡ് ടു 1 ഗീവ്സ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ പൂർണ്ണവർഗം കിട്ടുമെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. എന്തോ ചോദ്യം? 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കുമ്പോൾ, അപ്പോൾ 2 ഈവൻ നമ്പർ, അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ഗുണിച്ചിട്ട് എന്ത് കൂട്ടണം? 1 കൂട്ടുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് തെളിയിക്കണം. അപ്പോൾ സി ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. 2 ഈവൻ നമ്പർ അടുത്തടുത്ത 2 ഈവൻ നമ്പർ നിങ്ങൾ നോക്കിയേ. ആദ്യത്തെ ഈവൻ നമ്പർ എന്തുവായിരുന്നു? എക്സ് മൈനസ് 1. അടുത്ത ഈവൻ നമ്പർ എന്തുവായിരുന്നു? എക്സ് പ്ലസ് 1. ഇത് രണ്ടും അടുത്തടുത്തല്ലയോ? യെസ്, അടുത്തടുത്ത 2 ഈവൻ നമ്പർ മീൻസ് ആരൊക്കെ? എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഈവൻ നമ്പറിന്റെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പറാണ് എക്സ് മൈനസ് 1. ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? 1 കൂട്ടണം. അപ്പോൾ ഈ കിട്ടുന്ന ഉത്തരം എന്താണെന്ന് പറയണം? പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗമാണെന്ന് പറയണം. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ത് കിട്ടും? നിങ്ങൾ നോക്കിയേ. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? നോക്ക്, ഇതെന്തുവാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ്. നോക്ക്, എ പ്ലസ് ബിയും ഇതെന്തുവാ? എ മൈനസ് ബിയും. എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1ഉം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയുടെ ഉത്തരം എന്തോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 1 എന്നും കൂടെ വരും. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 1. അവിടെ വെച്ച് എന്ത് ചെയ്യും? വെട്ടിപ്പോവും. അപ്പോൾ ഉത്തരം ബാക്കി എന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? ഒരു സംഖ്യയുടെ സ്ക്വയർ അല്ലേ? യെസ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് അവസാനം എന്ത് എഴുതി വെക്കാം? ഇത് എഴുതി വെക്കാം. പ്രൂവ് ദാറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇപ്പൊ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈസ് 3n + 5. 3n + 5 എന്നാണ് നമ്മുടെ എന്ത് തന്നേക്കുന്നത്? ബീജഗണിത രൂപം. അപ്പോൾ എന്തോ ഈ 3n + 5? 3n + 5 എന്ന് പറയുമ്പോൾ xn ഈസ് ഈക്വൽ ടു 3n + 5 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എഫ് എവിടെ കിട്ടും മക്കളെ? എഫ് എവിടെയായിരിക്കും? ഈ 3യും ഈ 5ഉം കൂടെ കൂട്ടിയായിരിക്കും എഫ് എഴുതേണ്ടത്. അപ്പോൾ എഫ് കിട്ടാൻ എന്ത് ചെയ്യണം? 3ഉം 5ഉം കൂടെ കൂട്ടി എന്തെന്ന് എഴുതണം? 8. കഴിഞ്ഞ് ഫസ്റ്റ് ടേം കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ആ എന്നിൻ്റെ കൂടെയുള്ള ആളാണ് കോമൺ ഡിഫറൻസ്. എന്നിൻ്റെ കൂടെയുള്ളത് ആരാണ്? 3 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് 3. അപ്പോൾ എ ചോദ്യത്തിൻ്റെ ഉത്തരം കംപ്ലീറ്റഡ്. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വന്നാൽ ബി ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം നമുക്ക്. ബി ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഫസ്റ്റ് ടേം 8 ഉണ്ട്, കോമൺ ഡിഫറൻസ് 5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൾജിബ്രായിക് ഫോം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ എക്സൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. dn പ്ലസ് എന്താ എഴുതണം? എഫ് മൈനസ് ഡി. ഡി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ? 5n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 8. 8 ന് 5 കുറയ്ക്കണം. 8 ന് 5 കുറച്ചാൽ 3. അപ്പോൾ എന്ത് കിട്ടും? 5n + 3. ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പോൾ തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. ഈ ചോദ്യത്തിൽ വായിച്ചു നോക്കിയേ. 5, 8, 11 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ സീക്വൻസിലെ 20th ടേം എഴുതണം, അതോടൊപ്പം ആൾജിബ്രായിക് ഫോം എഴുതണം. അപ്പോൾ നമുക്ക് ബി ചോദ്യം ചെയ്യാനാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ബി ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ബീജഗണിത രൂപം. xn ഈസ് ഈക്വൽ ടു എന്തോ ഇക്വേഷൻ? dn പ്ലസ് എഫ് മൈനസ് ഡി ആണ് നമ്മുടെ ആ ഇക്വേഷൻ. ഡി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര? ഇവിടെ എത്ര കൂടി പോകുന്നത്? 3 അല്ലേ? ഇവിടെ 3 അല്ലേ? 5 ന്ന് 5 8 മാറുക മീൻസ് 3n പ്ലസ് 5 ന്ന് പിന്നെ എന്ത് കുറയ്ക്കണം? 3 കുറയ്ക്കണം. എന്ന് പറയുമ്പം 3n + 2 ആണ് നമ്മുടെ എന്ത്? nth ടേം. അപ്പോൾ അങ്ങനെയാണ് എ ചോദ്യം ചെയ്യാൻ എളുപ്പമില്ല. 20ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 20 കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അവിടെ 20 കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ത് വരും? 3 × 20 + 2 എന്ന് വരും, അല്ലെങ്കിൽ 60 + 2 എന്ന് വരും. എന്ന് പറയുമ്പോൾ 20ാമത്തെ ടേം എത്ര കിട്ടും? 62. അതുകൊണ്ട് ബി ചോദ്യമാണ് ഏറ്റവും എളുപ്പം. അത് നിങ്ങൾ എഴുതുമ്പോൾ തിരുത്തി എഴുതിയാൽ മതി. ഇത് കറക്റ്റാണ്. എ ആദ്യം എഴുതുക, ബി അവസാനം എഴുതുക. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ന്യൂജൻ മാത്ത് എന്ന് പറഞ്ഞ ഈ ചാനൽ വരുന്ന ചാനൽ. ഇങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും, ലൈവ് വന്നുകൊണ്ടിരിക്കും. എല്ലാവരും കാണണം. ഓണപരീക്ഷയ്ക്ക് 80 ഇടണം. അപ്പോൾ നിങ്ങളാണ് വന്ന് പഠിക്കേണ്ടത്. മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.